പ്രതിപക്ഷ ഉപനേതാവ് പദവിക്ക് പകരം മറ്റൊരു സമവായത്തിനും CPI തയ്യാറല്ല. LDF യോഗം വിളിച്ചാൽ പങ്കെടുക്കും. യോഗത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടും. എന്നാൽ LDF എന്ന നിലയിൽ യോജിച്ച പ്രവർത്തനം ഉണ്ടാകില്ല. സർക്കാരിനെതിരായി യോജിച്ചുള്ള എല്ലാ സമരങ്ങളിലും CPI CPM-നൊപ്പം നിൽക്കില്ല. നിയമസഭയിൽ ഒന്നിച്ചിരുന്നാലും CPM എടുക്കുന്ന എല്ലാ നിലപാടിനോടും യോജിക്കില്ല. CPIM നിലപാടിനെ എതിർക്കേണ്ടി വന്നാൽ അതിനും മടിക്കേണ്ടതില്ല എന്നാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും LDF-ലെ പടലപ്പിണക്കം മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ ആയുധമായി. LDF യോഗം ചേരാത്തതിനെ പറ്റി ഒരു പരാതിയില്ല. UDF ഞങ്ങൾ കുറെ ആദ്യം നടപടികൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതേസമയം LDF-ന് വലിയ നാണക്കേടായ വിവാദത്തിൽ RJD കടുത്ത വിമർശനമുയർത്തി. CPM പങ്കിടണം എന്നുള്ളതാണ്. CPI എപ്പോഴെങ്കിലും പങ്കിട്ടിട്ടുണ്ടോ? ഉപനേതൃത്വ സ്ഥാനം എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമാണ്. നിയമസഭയിൽ ഒരു മുറി കിട്ടും. അതിനുവേണ്ടിയാണോ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ തർക്കിക്കുന്നത്? മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.